ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ടൈം എക്സ്പ്രഷനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ടൈം എക്സ്പ്രഷൻസ്? പാസ്റ്റിൽ, പ്രസന്റിൽ, ഫ്യൂച്ചറിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ടൈം എക്സ്പ്രഷൻസ്, ഏതെല്ലാം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ടൈമിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ്, ആവശ്യമില്ലാത്ത ചില ടൈം എക്സ്പ്രഷനുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതാണ്. സോ ടൈം എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സംസാരത്തിൽ പറയുമല്ലോ, ഇന്നലെ ഞാൻ അവിടെ പോയി, അല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ പോകും, അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളെ, കാലങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ, ഫ്രേസുകളെയൊക്കെയാണ് നമ്മൾ ടൈം എക്സ്പ്രഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടൈം എക്സ്പ്രഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ് ടെൻസിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷനുകളാണ് ഇതെല്ലാം. ഒന്ന്, യെസ്റ്റർഡേ, നിങ്ങൾക്കറിയാം. ദിസ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച. ആൻ അവർ എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ്. ഓക്കെ, ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള സമയമാണ്. ഓക്കെ, ലാസ്റ്റ് വീക്ക്. ആൻ അവർ എഗോ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് അവൻ എന്താ പറയാ, അത് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആൻ അവർ എഗോ. റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായി. റീസെന്റ് കുറച്ച് തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ, കാലൊക്കെ ആയിട്ട് നമ്മൾ പറയും റീസെന്റ്. എ ലിറ്റിൽ വൈൽ എഗോ, കുറച്ച് മുമ്പ്. എ ലോങ് ടൈം എഗോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരുപാട് സമയം മുമ്പ്. ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിലുള്ള ഒരു കാര്യം. ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത്. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഈ രാവിലെ എന്നൊക്കെ പറയാം. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ഇന്നലെയുടെ മുമ്പുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന്. അപ്പൊ ഇതൊക്കെ പാസ്റ്റിൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ്. ഇനി പ്രസന്റിൽ നോക്കുകയാണെങ്കിൽ ടുഡേ, ടുനൈറ്റ്, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രി. ദിസ് വീക്ക്, ഈ ആഴ്ച. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ. ആസ് വി സ്പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കെ, ആ സമയം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആസ് വി സ്പീക്ക്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കെ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. അറ്റ് ദിസ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം. ഓക്കെ, അറ്റ് ദിസ് മൊമെന്റ്, റൈറ്റ് നൗ. ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങൾ. ഓക്കെ, ഈ ദിവസങ്ങളിലായി എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ. ഈ ദിവസങ്ങളിലായി അങ്ങനെയാണ് കാര്യങ്ങൾ. ദീസ് ഡേയ്സ്. നൗ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ നമ്മൾ പറയല്ലോ. അപ്പോ മുതിർന്ന ആളുകൾ പറയാറുണ്ട്, പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. അഥവാ ഒരു കോൺട്രാസ്റ്റിനെ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് നൗ ഡേയ്സ് എന്ന് ഉപയോഗിക്കാം. അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത്. ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടുമോറോ, നാളെ. നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ഇൻ ആൻ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ. ഓക്കെ, അവനിപ്പോ എത്തും, ഒരു മണിക്കൂറിനുള്ളിൽ അവൻ എത്തും എന്നൊക്കെ പറയല്ലോ. ഇൻ ആൻ അവർ, ഫ്യൂച്ചറാണ്. സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിയാതെ, അല്ലെ, കമ്മിങ് സൂൺ, താമസിയാതെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നു. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ. ഇവൻച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമമായി. നമ്മളിപ്പോ ഒരു പ്രവൃത്തി ഇങ്ങനെ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, ഒന്നിനു പുറകെ ഒന്നായി ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ പറയാൻ ഇവൻച്വലി, അന്തിമമായി ഇങ്ങനെ ഒരു റിസൾട്ടിൽ എത്തിച്ചേർന്നു എന്നൊക്കെ നമ്മൾ പറയാൻ ഇവൻച്വലി യൂസ് ചെയ്യും. ലേറ്റ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർനൂണ് ഏറ്റവും ലേറ്റ് ആയി നിൽക്കുന്ന സമയം. അഥവാ ഒരു 4 മണി to 5 മണി വരെയാണ് ലേറ്റ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത്. ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് ശരിക്കും ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത്. ഏർലി ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി മുതൽ 3 മണി വരെ. ലേറ്റ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി to 5 മണി വരെ. അപ്പൊ ഈവനിങ് എപ്പോഴാണ്? ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി മുതൽ 9 മണി വരെയൊക്കെയാണ് ഈവനിങ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാൾ. അതൊക്കെ സിനിമയുടെ പേരാണ്, നിങ്ങൾക്ക് അറിയാം. ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഇനി നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. നെക്സ്റ്റ് വീക്ക് ഐ എം ഗോയിങ് ടു ടേക്ക് എ ട്രിപ്പ് ടു ഡൽഹി. അടുത്ത ആഴ്ച ഞാൻ ഡൽഹിയിലേക്ക് ഒരു ട്രിപ്പ് പോകാനിരിക്കുകയാണ്. ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയണം. അപ്പൊ അത് ഫ്യൂച്ചറാണ്. നെക്സ്റ്റ് വീക്ക്. നമ്മൾ പൊതുവെ ഈ ടൈം എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ സെന്റൻസിന്റെ തുടക്കത്തിൽ വരും, അല്ലെങ്കിൽ ഒടുക്കത്തിൽ വരും. ഓക്കെ, നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ പറയാം. ഇപ്പോ ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. അത് തിരിച്ചും പറയാം. യെസ്റ്റർഡേ ഐ വെന്റ് ടു സ്കൂൾ, ഇന്നലെ ഞാൻ സ്കൂളിൽ പോയി. രണ്ടും പോസിബിൾ ആണ്. ദിസ് വീക്ക് ഐ എം വർക്കിംഗ് ഏർലി ഇൻ ദ മോർണിംഗ്. ഈ ആഴ്ച ഐ എം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നത്, എന്റെ പണിയെടുക്കുന്നത് ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെയാണ്. അപ്പോൾ
രാവിലെ നേരത്തെ ഈ ആഴ്ചയിലൊക്കെ പണിയെടുക്കുന്നു, ഞാൻ അങ്ങനെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് പ്രസന്റ് ആണ്. ഐ നൗ ലിവ് ഇൻ എ സ്മോൾ ടൗൺ. ഞാനിപ്പോ താമസിക്കുന്നത് ഒരു ചെറിയ പട്ടണത്തിലാണ്. നൗ എന്ന് പറയുന്നത് ടൈം എക്സ്പ്രഷൻ ആണ്. ദീസ് ഡേയ്സ് ഐ ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ സോഷ്യൽ ലൈഫ്. ഈ ദിവസങ്ങളിലായിട്ട് ഐ ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ സോഷ്യൽ ലൈഫ്. എനിക്ക് അധികം ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടായിട്ടില്ല. അഥവാ ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ആളുകളുമായിട്ട് വല്ലാതൊന്നും ഇടപഴകിയിട്ടില്ല, കുറച്ച് വീട്ടിനകത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദീസ് ഡേയ്സ് ഈ ദിവസങ്ങളിലായി. അറ്റ് പ്രസന്റ് ഐ എം ലിവിംഗ് ഇൻ എ സ്മോൾ ടൗൺ. നിലവിൽ ഐ എം ലിവിംഗ് ഇൻ എ സ്മോൾ ടൗൺ. ഞാൻ ചെറിയൊരു പട്ടണത്തിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അറ്റ് പ്രസന്റ്. ഫോർ ദ ടൈം ബീയിങ് ഐ എം ലിവിംഗ് ഇൻ എ സ്മോൾ വില്ലേജ് ബട്ട് ഐ ഹോപ്പ് ടു മൂവ് സൂൺ. ഫോർ ദ ടൈം ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായി, തൽക്കാലത്തേക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. ഫോർ ദ ടൈം ബീയിങ് ഐ എം ലിവിംഗ് ഇൻ എ സ്മോൾ വില്ലേജ്. തൽക്കാലത്തേക്ക് ഞാനൊരു ചെറിയ വില്ലേജിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ എം ലിവിംഗ് പ്രസന്റ് ആണ്. ബട്ട് ഐ ഹോപ്പ് ടു മൂവ് സൂൺ. പക്ഷെ താമസിയാതെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് മാറാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂവ് ചെയ്യുക. ഓക്കെ, മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവാം. ബട്ട് ഐ ഹോപ്പ് ടു മൂവ് സൂൺ. ഓക്കെ, ഒരു ഭാഗത്ത് നിന്ന് കുറ്റിയും പറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോവാം. നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ നിങ്ങൾ ഒരു സെന്റൻസോ അല്ലെങ്കിൽ എന്തോ ഒരു ഫയൽ കോപ്പി പേസ്റ്റ് പോലെ മൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെ. മൂവ് ചെയ്യുമ്പോൾ സംഗതി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൂവ്. ബാക്ക് ദെൻ നഴ്സസ് വെർ ബാഡ്ലി പെയ്ഡ്. ഓക്കെ, ആ സെന്റൻസിന് മുമ്പ് നമ്മൾ വേറൊരു സെന്റൻസ് പറയുമ്പോഴാണ് അത് കൃത്യമാകും. അഥവാ ഒരാൾ പറയണം, ഒരു നഴ്സായി കുറെ കാലം മുമ്പ് ജോലി ചെയ്തിട്ടുള്ള ഒരാൾ അയാളെ എക്സ്പീരിയൻസ് പറയണം. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ദെൻ നഴ്സസ് വെർ ബാഡ്ലി പെയ്ഡ്. ആ കാലഘട്ടത്തിൽ, ബാക്ക് ദെൻ അന്നത്തെ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയാണ്, അന്നത്തെ കാലത്ത് നഴ്സസ് വെർ ബാഡ്ലി പെയ്ഡ്. നഴ്സുകൾക്ക് കൊടുത്തിരുന്ന ശമ്പളമൊക്കെ വളരെ മോശമായിരുന്നു, വളരെ മോശമായിട്ടായിരുന്നു അവർ പെയ്ഡ് ചെയ്യപ്പെട്ടിരുന്നത്. അറ്റ് ദാറ്റ് ടൈം, വീണ്ടും നമ്മൾ പറയണം, അറ്റ് ദാറ്റ് ടൈം നഴ്സസ് ലിവ്ഡ് ഇൻ എ സ്പെഷ്യൽ അക്കോമഡേഷൻ. ആ സമയങ്ങളിലൊക്കെ നഴ്സസിന് വേണ്ടിയിട്ട് ലീവ്ഡ് ഇൻ സ്പെഷ്യൽ അക്കോമഡേഷൻ, പ്രത്യേകമായിട്ടുള്ള അക്കോമഡേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെ റെഫർ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ബാക്ക് ദെൻ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കാം, അറ്റ് ദാറ്റ് ടൈം എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഐ വെയിറ്റഡ് ഫോർ എ വൈൽ ഇൻ ദ റെസ്റ്റോറന്റ്. ബിഫോർ ലോങ് ദ വെയിറ്റർ കെയിം അപ്പ് ആൻഡ് ആസ്ക്ഡ് മീ. അപ്പോ ഒരാൾ പറയണം, ഞാൻ റെസ്റ്റോറന്റിൽ പോയി കുറച്ചു നേരം കാത്തിരുന്നു. ഫോർ എ വൈൽ. ബിഫോർ ലോങ്, വല്ലാതെ താമസിക്കുന്നതിന് മുമ്പ്. ബിഫോർ ലോങ്, ഒരുപാട് നേരം ഇരിക്കുന്നതിന് മുമ്പ്. അത് വെയിറ്റർ കെയിം അപ്പ് ആൻഡ് ആസ്ക്ഡ് മീ. വെയിറ്റർ വന്നു, എന്നോട് ചോദിച്ചു എന്താണോ വേണ്ടത്, ബ്ലാ 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 ചോദിച്ചു. ഓക്കെ, ഐ വിൽ സീ യു നെക്സ്റ്റ് സൺഡേ. ഞാൻ നിന്നെ അടുത്ത ഞായറാഴ്ച കാണും. ഓക്കെ, ഐ വിൽ സീ യു നെക്സ്റ്റ് സൺഡേ. വി ഹാഡ് എ മീറ്റിംഗ് ലാസ്റ്റ് തേഴ്സ്ഡേ. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ലാസ്റ്റ് തേഴ്സ്ഡേ, കഴിഞ്ഞ വ്യാഴാഴ്ച. ഓക്കെ, ലാസ്റ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ ഓൺ സാറ്റർഡേസ്. ഐ യൂസ്ഡ് ടു പ്ലേ, ഞാൻ കളിക്കാറുണ്ടായിരുന്നു, അതിന്റെ ഒരു പതിവായിരുന്നു. ടു പ്ലേ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് എന്റെ ഒരു പതിവായിരുന്നു. എങ്ങനെ? ഓൺ സാറ്റർഡേസ്, ശനിയാഴ്ചകളിലൊക്കെ. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ഇന്നൊരു കാര്യം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാറ്റർഡേയ്സ് എന്ന് പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. മൺഡേയ്സ്, സൺഡേയ്സ് എന്നൊക്കെ പറയുന്ന പോലെ സാറ്റർഡേയ്സ്. അപ്പോൾ ശനിയാഴ്ചകളിൽ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് എന്റെ ഒരു പതിവാണ്. They had coaching class the day before yesterday. അവർക്ക് മിനിഞ്ഞാന്ന് കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, the day before yesterday. ഇനി ചില ടൈം എക്സ്പ്രഷനുകൾക്ക് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. അഥവാ ഇൻ, അറ്റ്, വൺ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കില്ല. നെക്സ്റ്റ്, ലാസ്റ്റ്, ഈ രൂപത്തിൽ ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ള ആ ഒരു പദങ്ങളുണ്ടല്ലോ, നെക്സ്റ്റ്, ലാസ്റ്റ്, ദിസ്, ദാറ്റ്, ഓൺ, എവറി, ഈച്ച്, സം, എനി, ഓൾ തുടങ്ങിയ പദങ്ങൾ മുന്നിൽ വന്നുകൊണ്ടുള്ള ടൈം എക്സ്പ്രഷനുകൾക്ക് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ടുമോറോ, ദ ഡേ ആഫ്റ്റർ ടുമോറോ തുടങ്ങിയ പദങ്ങൾക്ക് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. സോ നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. സി യു നെക്സ്റ്റ് സൺഡേ, അടുത്ത ഞായറാഴ്ച കാണാം. അപ്പോൾ നെക്സ്റ്റ് സൺഡേ എന്നുള്ളത് ഒരു ദിവസമാണ് അല്ലെ. അപ്പൊ സി യു വൺ നെക്സ്റ്റ് സൺഡേ എന്ന് നമ്മൾ പറയില്ല. സി യു നെക്സ്റ്റ് സൺഡേ നേരിട്ട് അത് പറയാണ് ചെയ്യുക. പ്രിപ്പോസിഷൻസ് ഒന്നും തന്നെ ഇല്ല. ഐ വിൽ നെവർ ഫർഗെറ്റ് മീറ്റിംഗ് ഹിം ദാറ്റ് ഈവനിങ്. ആ വൈകുന്നേരം ഞാൻ അവനെ മീറ്റ് ചെയ്യുന്നത് ഞാൻ മറക്കില്ല. ഓക്കെ, അപ്പൊ ഇൻ ദാറ്റ് ഈവനിങ് എന്ന് നമ്മൾ പറയുന്നില്ല, ദാറ്റ് ഈവനിങ്, ആ വൈകുന്നേരം. ബസ്സസ് ലീവ് എവറി 10 minutes.
ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് ഓരോ അരമണിക്കൂറിലും പുറപ്പെടും, അല്ലെങ്കിൽ 5 മിനിറ്റിലും പുറത്തു പോകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ പറയാറുണ്ട്. അതുപോലെ ബസ്സുകൾ പുറപ്പെടുന്നു എവറി 10 മിനിറ്റ്സ്, ഓരോ 10 മിനിറ്റിലും. അപ്പോൾ ഇൻ എവറി 10 മിനിറ്റ്സ് എന്ന് നമ്മൾ പറയില്ല, എവറി 10 മിനിറ്റ്സ്. സി യു നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച കാണാം. നേരത്തെ പറഞ്ഞതാണ്. ആർ യു ഫ്രീ ദിസ് മോർണിംഗ്? അപ്പൊ രാവിലെ തന്നെ ഒരാളെ വിളിച്ച് ചോദിക്കണം, 5 മണിക്ക് തന്നെ ഫോൺ വിളിച്ച് ചോദിക്കണം, ആർ യു ഫ്രീ ദിസ് മോർണിംഗ്? ഈ രാവിലെ, ഇന്നേ ദിവസം രാവിലെ നീ ഫ്രീ ആണോ? ഓക്കെ, ആർ യു ഫ്രീ ദിസ് മോർണിംഗ്? അപ്പോൾ ഇൻ ദിസ് മോർണിംഗ് എന്ന് നമ്മൾ ചോദിക്കില്ല. ലെറ്റ്സ് മീറ്റ് ഓൺ ഡേ, നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വൺ ഡേ എന്നുള്ളതിന് മുമ്പ് പ്രിപ്പോസിഷൻസ് ഇല്ല. കം എനി ടൈം, ഏത് സമയം വാ. ഓക്കെ, നീ വാ, ഏത് സമയമായാലും കുഴപ്പമില്ല. കം എനി ടൈം. ഐ എം അറ്റ് ഹോം എവറി ഈവനിങ്, ഞാൻ എല്ലാ വൈകുന്നേരങ്ങളും വീട്ടിലുണ്ടാവും. ഐ എം അറ്റ് ഹോം എവറി ഈവനിങ്. വി സ്റ്റേഡ് ഓൾ ഡേ, ഞങ്ങൾ ദിവസം മുഴുവൻ, ത്രൂ ഔട്ട് ദ ഡേ ഞങ്ങൾ അവിടെ തങ്ങി. വി സ്റ്റേഡ്. വാട്ട് ആർ യു ഡൂയിങ് ദ ഡേ ആഫ്റ്റർ ടുമോറോ? മറ്റന്നാൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? ദ ഡേ ആഫ്റ്റർ ടുമോറോ, മറ്റന്നാൾ. ഓക്കെ. ടോം ഡൈഡ് യെസ്റ്റർഡേ, ടോം ഇന്നലെ മരിച്ചു. അപ്പോൾ പൊതുവെ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ടൈം എക്സ്പ്രഷനുകളുടെ മുമ്പിലൊന്നും നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ ലാംഗ്വേജ് ആണ് എക്സെപ്ഷണൽ കേസുകളുണ്ട്. ചിലപ്പോൾ ഇതിനു മുമ്പിൽ പ്രിപ്പോസിഷൻസ് കാണാറുണ്ട്. അപ്പോൾ മീനിങ്ങിന് ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട്. സോ അത് അപൂർവമാണ്. എന്നാൽ പൊതുവെ നമ്മുടെ സംഭാഷണങ്ങളിലും എഴുത്തുകളിലും മെസ്സേജുകളിലൊക്കെ ഇത്തരത്തിലാണ് നമ്മൾ പ്രയോഗിക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണണം. ഗുഡ് ബൈ.